കേരളത്തിലെ സ്ത്രീ സുരക്ഷാ സംവിധാനങ്ങളും സ്ത്രീപക്ഷ നിലപാടുകളും സ്ത്രീ വിരുദ്ധതയും ഒക്കെ ആപേക്ഷികമാണ് എന്ന് കഴിഞ്ഞ 10 വർഷക്കാലമായി ചർച്ച ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ദൗർഭാഗ്യവശാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അതിന് ഏറ്റവും ഉദാഹരണങ്ങളായിരിക്കും ഈ വേദി തന്നെ. 5 വർഷക്കാലത്തിന് മുന്നേ നിലവിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ഞാൻ 2025 തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് ജയിക്കപ്പെടുമ്പോൾ 2020-25 കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് ഇപ്പോൾ ഉള്ള അതേ സീറ്റിൽ നിന്ന് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ട അതിദൗർഭാഗ്യകരമായ ഒരു സാഹചര്യം. അത് മുന്നണിയുടെ ഭാഗമായി എന്നുള്ളതല്ല, മറിച്ച് ഏതൊരു മനുഷ്യനാണെങ്കിലും രാഷ്ട്രീയപരമായി ഒരു മാറ്റത്തിലേക്ക് തീരുമാനമെടുക്കേണ്ടി വരുന്നു എന്നുള്ളത് ഒരു സ്വാഭാവികമായ തീരുമാനമല്ല. അങ്ങേയറ്റം മാനസികമായി ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ അരാജകത്വവും വേദനയും പേറിക്കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും കടക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ നടക്കുന്നത്. അപ്പോൾ 2 സ്ത്രീകൾക്ക് തന്നെ ഈ വേദിയിൽ ഇപ്പോൾ അഡ്വക്കേറ്റ് ഐഷ പോറ്റിയെ പോലെ കൊട്ടാരക്കരയിലെ ഏറ്റവും സ്വീകാര്യയായ ജനഹൃദയങ്ങളിൽ എല്ലാ കാലവും ജനപ്രിയയായ ജനപ്രതിനിധിയായി പതിറ്റാണ്ടുകൾ കൂടെ ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് ഐഷ പോറ്റിക്ക് സഖാവ് എന്ന വിളിപ്പേര് മുറിച്ചു മാറ്റപ്പെടേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ കഴിഞ്ഞ 5 വർഷക്കാലം ജില്ലാ പഞ്ചായത്ത് അംഗമായി ഇടതുപക്ഷത്തിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗമായി മത്സരിച്ച് ആ പേര് എനിക്കും ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ ഈ വനിതാ സംഗമത്തിന്റെ കുളക്കട മാവടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വനിതാ സംഗമ പരിപാടിയുടെ വേദി തന്നെയാണ് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ത്രീ വിരുദ്ധമായ നിലപാടുകൾക്കുള്ള ഏറ്റവും വലിയ ഉദാഹരണമായി എനിക്ക് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുന്നത്.